മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡയറക്ഷനും ഇല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ആട് പോലൊരു ഭയങ്കര കോമഡി ചെയ്യുന്നു, അഞ്ചാം പാതിര പോലൊരു വേറൊരു സീരിയസ് ജോണറിലൊരു സ്ഥാനം നിൽക്കുന്നു. എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ് പ്രേക്ഷകർക്കും. അതായത് ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. തുടക്കം തൊട്ട് കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വന്നൊരു പരിചയം വെച്ചിട്ട് ഇപ്പോൾ തുടക്കകാലത്ത് പത്മനാഭൻ സാറിൻ്റെ കൂടെ തുടങ്ങിയപ്പോൾ ഒരു 2C ക്യാമറ മാത്രമാണുള്ളത്. ആ 2C ക്യാമറയുടെ സൈഡിൽ സാറ് നിൽക്കും. സാറിൻ്റെ മുഖത്ത് കണ്ണിൽ നോക്കി 1 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാൽ പോലും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരു മെസ്മറൈസ്ഡ് ഐസാണ്, നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കുള്ളൂ. ആ കണ്ണിലേക്ക് നമുക്ക് പെട്ടെന്ന് നോക്കി ഒരുപാട് നേരം നോക്കിയാൽ നമ്മൾ തന്നെ നോക്കിയിട്ട് താഴേക്ക് വരും. അങ്ങനത്തെ ഒരു കണ്ണിലേക്ക് നോക്കിയിട്ടാണ് ഇന്നലെ ശോഭനയെടുത്ത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നതും മൂന്നാം പക്കത്തിൽ ഒരുപാട് ഡയലോഗ് നോക്കി പറഞ്ഞതൊക്കെ ക്യാമറയുടെ പുറകിൽ പുള്ളി നീ ഇവിടെ നോക്കിയിട്ട് പറയണം ഇന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. ഓക്കെ, അത് നോക്കിയാണ് പറയുന്നത്. അപ്പം കിട്ടുന്നൊരു ധൈര്യമില്ലേ ഭഗവാനെ നോക്കാതെ. അപ്പോൾ തൊട്ടടുത്തിരുന്ന് നമ്മളുടെ ഓരോ മൂമെൻറ്റ്സും കണ്ണ് ചെറുതായിട്ടൊന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഷാർപ്പായിട്ട് തന്നെ നോക്കിയപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം കാലഘട്ടങ്ങൾ മാറിയപ്പോൾ ഡയറക്ടർ ഇതിൻ്റെ സൈഡിൽ നിന്ന് പോയി വ്യൂ ഫൈൻഡറിൻ്റെ ഫ്രണ്ട് മറ്റേതിനായി സ്ക്രീനിൻ്റെ അവിടെയായി. അപ്പം അങ്ങനെ മാറിപ്പോയ ശേഷവും ഇപ്പോൾ സത്യേട്ടനെ പോലെ അല്ലെങ്കിൽ സിബിയെ പോലെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് പേരുകൾ കിട്ടില്ല, ഭരതേട്ടനെ പോലെ രാജസേനെ പോലെ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ IV ശശി സാറിനെ പോലെ എല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും അവരവരുടേതിൽ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ വരെ നോക്കുന്ന ഡയറക്ടേഴ്സാണ്. ആ കാറ്റഗറിയിലുള്ളതാണ് മിഥുൻ. അപ്പോൾ ഈ സിനിമ തുടക്കത്തിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ എബ്രഹാം ഓസ്ലർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ 3 പ്രാവശ്യം മിഥുനോട് ചോദിച്ചു, കുറച്ചുകൂടി വേറെ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്ര ഹെവി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നീട് അഭിനയിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജയറാം അല്ലാതെ വേറെ ആളായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്കെന്നും പറഞ്ഞ് മനസ്സിൽ തോന്നരുത്. ഞാൻ പറഞ്ഞു ശേഷം അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഇപ്പോൾ ചോദിക്കും മെസ്സേജ് അയച്ചു, ഒന്നുകൂടി സമയം തരുന്നു, വേറെ വല്ലതും നോക്കണം. പക്ഷേ നിങ്ങളെ കൊണ്ട് ശല്യമായല്ലോ, നിങ്ങളിത് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതിനകത്ത് ഞാൻ എടുക്കേണ്ട ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോഴത്തെ കറണ്ട് ഓസ്ലർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ലൈഫിൽ ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ സംഭവിച്ച് ഒരു ഭ്രാന്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഇതിലെ അവസ്ഥയിലിരിക്കുന്ന ഒരാളാണ്. ഇല്ല പറയുക, അങ്ങനെ ഒരു രൂപം വേണം. ഒരുപാട് സംഗതികളിലൂടെ കടന്നു പോരാണ്ട് പാസ്റ്റായിട്ട് വേറൊരിത് വേണം. അപ്പം അങ്ങനത്തെ ഒരു 2 രൂപങ്ങൾ വേണം. പിന്നെ ഓസ്ലർന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആക്ഷൻ പടമാണ് ചോദിച്ചു. അല്ല, ഇത് ആക്ഷൻ, ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ്. തുടക്കം തൊട്ട് അവസാനം വരെ സിഗ്സാക്കിൽ എന്ത് പോണു ഓരോ സ്ഥലത്ത് ഓരോ കഥാപാത്രങ്ങൾ വരെ അങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയിട്ടില്ലാണ്. ഇതൊക്കെയാണ് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള. പിന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് ഹൈലി ഇമോഷണലായിട്ട് ഓരോരുത്തർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഓരോ ആർട്ടിസ്റ്റും മിഥുൻ സെലക്ട് ചെയ്തത്, അദ്ദേഹം അതിനെ കൺസീവ് ചെയ്ത രീതി, ഡയറക്റ്റ് ചെയ്ത രീതി, അദ്ദേഹം ഓരോ വിചാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീനിലേക്ക് ഒപ്പിയെടുത്ത് തേനി ഈശ്വർ സർ ബ്രില്യൻ വർക്ക്.